മൈ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. സോ രാവിലെയൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് സുബനസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ താഴോട്ട് പോയി. രാവിലത്തെ പണിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല. രാവിലെ ഞങ്ങൾക്ക് ഇവിടെ അടയും മീൻകറിയും ആയിരുന്നു. ഒരു സിനിമയൊക്കെ കണ്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കി. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് എൻ്റെ നെക്സ്റ്റ് പണി ഇവിടെ ക്ലീനിങ് ആയിരുന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അലക്കാനുണ്ടായിരുന്നു. അലക്ക പരിപാടി പിന്നെ വാഷിംഗ് മെഷീൻ നോക്കുന്നതുകൊണ്ട് പിന്നെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി. സിങ്കൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്രം കഴുകൽ പരിപാടി കംപ്ലീറ്റ് ആക്കി ഞാൻ സക്സസ്ഫുള്ളി. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നാരങ്ങ കലക്കിലാണ്. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതാണ്. അപ്പോഴത്തെ പണിക്കാരുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഉച്ച സമയമല്ലേ, അപ്പോൾ നല്ല ക്ഷീണം കാണുമല്ലോ. അങ്ങനെ ഞാൻ തണുത്ത വെള്ളത്തിൽ നാരങ്ങ വെള്ളം കലക്കി കൊടുത്ത് ഷോപ്പിൽ പോകണമെന്നുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. സോ അതും വാങ്ങിച്ചു. ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. ഫുള്ള് കച്ചറയാണ്. സോ അത് ക്ലീൻ ആക്കാനാണ് എൻ്റെ പ്ലാൻ. എല്ലാം പുറത്താക്കി ഫൈനൽ ലുക്കാണ്. ക്ലീനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ലവ്ലി പ്ലൂട്ടോ. ഓന് ടേബിളൊന്നും ഇല്ലെങ്കിലും പോയി കയറി കിടന്നുറങ്ങും. അതാണ് അവൻ്റെ ഹോബി. ടേബിൾ സാധനം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കയറി കിടക്കില്ല. ഇപ്പോൾ ടേബിളൊന്നും ഇല്ലല്ലോ, ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ നൈസായിട്ട് കയറി കിടന്ന് ഉറങ്ങലാണ് ചേട്ടൻ്റെ പണി. ഒരു മിനി ഷവർ റുട്ടീനാണിത്. അന്ന് ഹെയർ വാഷ് ഡേ ആയിരുന്നു എൻ്റെ. സോ ഞാൻ ഡവിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഡവിൻ്റെ ഷാമ്പൂ, ഡവ് കണ്ടീഷണർ, പിന്നെ നമ്മുടെ നോർമൽ സോപ്പ്. എൻ്റെ ഡവിൻ്റെ ബോഡി വാഷ് കഴിഞ്ഞു. സോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഉച്ചനമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് താഴോട്ട് പോയി. പള്ളിയിൽ നേർച്ചച്ചോറുണ്ടായിരുന്നു. സോ ഞാൻ അതായിരുന്നു കഴിച്ച് ഉച്ചയ്ക്ക്. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു നാപ്പ് എടുത്തു. പക്ഷെ നാപ്പ് ഭയങ്കര നീണ്ടുപോയി. എണീക്കുമ്പോഴത്തേക്കും മഗ്‌രിബ് കൊടുത്ത് ബാങ്ക് കൊടുത്തു. സോ എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് യാസിനൊക്കെ ഓതിയിട്ട് നമ്മുടെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടന്നു. ഇളാപ്പ കവർത്തിയിലോട്ട് ഇപ്പോൾ നിൽക്കാൻ വേണ്ടി വരാണ് ഡയാലിസിനായിട്ട്. സോ അവർക്ക് പാത്രങ്ങൾ വേണമല്ലോ വീട്ടിലോട്ട് മാറുമ്പോൾ. അവരിപ്പോൾ ഉള്ള മെയിൻലൻഡിലാണ്. അപ്പോൾ പാത്രമൊന്നുമില്ല അവരിപ്പോൾ നിൽക്കാൻ പോണ വീട്ടിൽ. സോ നമ്മളാണ് കൊടുക്കണേ. നമ്മളടുത്ത് കുറച്ച് എക്സ്ട്രാ പാത്രങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കെട്ടി വെക്കുകയാണ് പിറ്റേത്തെ ബസ്സിൽ കയറ്റി കൊടുക്കാനായിട്ട്. ആ കാണുന്ന പാത്രം ഡയറക്റ്റ് എന്തായാലും വെക്കാൻ പറ്റില്ല, മൊത്തം കച്ചറയാണ്. സോ അതൊക്കെ ഫുള്ള് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചു. രാവിലെയാണ് പാക്കിംഗ് ഒക്കെ ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞു. നൈറ്റ് ഫുഡ് കഴിക്കണം. വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ സ്കിൻ കെയർ റുട്ടീനാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഖജോളിക്കിൻ്റെ സിറമാണ്, ഡമക്കോ, ആൻഡ് മൈ സെറ്റാഫിൽ മോയ്സ്ചറൈസർ, പ്ലം ടോണർ ആൻഡ് അക്കോളജിക്ക സൺസ്ക്രീൻ അത്ര ആവശ്യമില്ല. അക്കോളജിക്കൻ്റെ ഒരു ഡേ ക്രീമിങ് ഉണ്ട്, അത് കോംബോ പാക്കായിരുന്നു വാങ്ങിച്ചപ്പോൾ കിട്ടിയ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം. സൂപ്പറാണ്, സോ പൊളിയാണ് ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറക്കുന്നുണ്ട് കേട്ടോ ലിപ്സിൻ്റെ. അങ്ങനെ എല്ലാം പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് പരിപാടിയാണ് ഇതിന് ഫോൺ വിളിക്കൽ. നമ്മളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ. സോ വീഡിയോ കോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു വഴി. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇനി അത് എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല, എന്നാലും ബൈ ബൈ.